നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നമസ്കാരം സർ. വിജയൻ എന്താ ഇവിടെ? മാഷിന്റെ വീട് വാങ്ങിക്കാൻ ഒരു പാർട്ടി കൊണ്ട് വന്നാ നടന്നില്ല. വാ. ഈ വീട്ടിലേക്ക് കയറി വരാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. അത്രയ്ക്കും വലിയ ദ്രോഹം എന്റെ മകൻ മാഷിനോടും കുടുംബത്തോടും ചെയ്തത്. ഞാൻ മാഷിന്റെ കാല് പിടിക്കാം. അവനെ മാഷ് ശപിക്കരുത്. ശാപത്തിലൊക്കെ എന്ത് കാര്യം? അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞ കോടതി അവനെ ശിക്ഷിക്കും. അതുപോലും ഈ കുടുംബത്തിനുണ്ടായ അപമാനത്തിന് ഒരു പരിഹാരമാവില്ല. ഏട്ടൻ അത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ഗോകുലേട്ടന് മഞ്ചാടിയെ. അതൊന്നും ഇപ്പൊ പറയണ്ട. ഇഷ്ടത്തിന്റെ പേരില് കൂട്ടുകാരെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നവരുണ്ട്. ഗോകുലിന്റെ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ കാര്യങ്ങളിലൊക്കെ പോലീസും കോടതിയും തന്നെ തീരുമാനമെടുക്കട്ടെ. അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ രക്ഷിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല മാഷെ. കോടതി അവനൊരു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ പിന്നെ എന്റെ വീട്ടിൽ പോലും അവനെ ഞാൻ കേട്ടില്ല. ആ കാര്യം നമുക്ക് വിടാം മാഷെ. ഞങ്ങൾ വന്നത് രഘുവിന്റെ കാര്യം അറിഞ്ഞിട്ടാ. ഗോകുലും രഘുവും ഒരേ സെല്ലിലാണെന്നാ ഹേമന്തു എന്ന് പറഞ്ഞത്. പിന്നെ രഘുവിന്റെ കമ്പനിക്ക് തീ പിടിച്ചതും അവന്റെ ബാധ്യത തീർക്കാൻ മാഷി വീട് വെക്കാനായി തീരുമാനിച്ചതൊക്കെ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു. കേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി. അതിന്റെ കൂടെ ഞങ്ങളുടെ മകൻ കാരണം മാഷിന് അപമാനം ഉണ്ടായല്ലോ എന്ന് ഓർക്കുമ്പോ ഞാൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ആളാ എന്നെ പഠിപ്പിച്ച എന്റെ അനന്തം മാഷ്. മാഷേ, ഞങ്ങളുടെ മകൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയാണെന്ന് തോന്നൂല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മാഷും മക്കളും ഇത്രയും കാലം ജീവിച്ച ഈ വീട് മാഷ് വിൽക്കരുത്. മാഷിന്റെ മുഴുവൻ ബാധ്യതയും തീർക്കാനുള്ള പണം ഞാൻ തരാം. ഇതൊരു ഔദാരിയായി പോലും മാഷ് കരുതണ്ട. രഘു ജയിലിൽ നിന്നും വന്ന് അവന് ജോലി ചെയ്ത് ഈ കടം വീട്ടാൻ കഴിയുന്ന കാലത്ത് അവൻ സച്ചിയേട്ടന്റെ പണം തിരിച്ചു കൊടുത്തോട്ടെ. അച്ഛനും അമ്മയും എന്നും മാഷിനോടും കുടുംബത്തോടും സ്നേഹം മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ. ഇതും ആ സ്നേഹത്തിന്റെ പേരിലാണെന്ന് മാഷ് കരുതണം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ. സച്ചിയും സാവിത്രിയും ഈ കുടുംബത്തോട് കാണിച്ച സത്യസന്ധതയും ആത്മാർത്ഥതയും ചെറുതല്ല. ഉറപ്പായും നിങ്ങളുടെ സഹായം ഞാൻ 2 കൈകളും നീട്ടി സ്വീകരിക്കുമായിരുന്നു.
ഒരുപക്ഷെ നേരത്തെ തന്നെ ഗോകുലുമായി ബന്ധപ്പെട്ടൊരു വിഷയം നമുക്കിടയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഈ പ്രതിസന്ധിയിൽ ഞാൻ തന്നെ വന്ന് നിങ്ങളോട് പറയുകയും ചെയ്തേനെ. പക്ഷേ ഇനി ഞാനത് ചെയ്യാൻ പാടില്ല. ഇപ്പോ നമുക്കിടയിൽ ഇരയ്ക്കും വേട്ടക്കാരനും ഇടയിലുള്ളൊരു അന്തരമുണ്ട്. അകലം ചെറുതല്ല. സമൂഹം അതിന് വലിയ മാനം കൽപ്പിക്കുന്നുണ്ട്. കോടതിയുടെ വിധി വരുന്നതുവരെ അതങ്ങനെ തന്നെ നിൽക്കും. മാഷെ, വേണ്ട സച്ചി, മകളെ അപമാനിച്ചവന്റെ കുടുംബത്തിൽ നിന്നും സഹായം സ്വീകരിച്ചാൽ അനന്തൻ മാഷ് എന്ന പേരിന് ഞാൻ അർഹനല്ലാതായിപ്പോവും. അത് വേണ്ട. നാളെ തെരുവിലിറങ്ങി പിച്ച തെണ്ടേണ്ടി വന്നാലും അനന്തൻ മാഷായി നിന്നുകൊണ്ട് തന്നെ എനിക്കത് ചെയ്യണം. സഹായിക്കാൻ തോന്നിയ മനസ്സിന് നന്ദി. വേറൊന്നും എനിക്ക് പറയാനില്ല. എന്താ ഇന്ദിര ഇത്? വന്നു വന്ന് നിനക്ക് നേരവും കാലം ഒന്നും നോട്ടമില്ലേ? ആ, ഇനി വല്ലതും കഴിക്ക്. എന്നിട്ട് മതി ഇത് വലിച്ചു കയറ്റുന്നത്. ഭാനുമ്മ കഴിച്ചോ? ഇല്ല, ഞാൻ കഴിച്ചോളാം. അല്ല, ഇപ്പൊ നീ എന്നോട് ചോദിച്ചില്ലേ കഴിച്ചോന്ന്? നിന്റെ ഭാര്യയും കുഞ്ഞും എന്തെങ്കിലും കഴിച്ചോന്ന് നിനക്കറിയാവോ? അവരതിന് അവിടെയല്ലേ? അതെ, അവിടെയാ. എവിടെയായാലും ആ കുഞ്ഞിന്റെ കാര്യത്തിൽ നിനക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലേ? അല്ല, നീ എന്താ ഒന്നും മിണ്ടാത്ത? അതോ എനിക്കതൊന്നും ചോദിക്കാനുള്ള അവകാശം ഇല്ലേ? അങ്ങനെ ആരാ പറഞ്ഞത്? ആ, ആണല്ലോ. എനിക്ക് നീയും സത്യനും ഒക്കെ എന്റെ മക്കള് തന്നെയാ. അങ്ങനെയേ കണ്ടിട്ടുള്ളൂ. നിങ്ങളുടെ നന്മയിൽ സന്തോഷിക്കുകയും ദോഷത്തിൽ വേദനിക്കുകയും ചെയ്യുന്ന ആളാ ഞാൻ. അതെനിക്കറിയാം. അല്ലാന്ന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അമ്മയ്ക്കുള്ള എല്ലാ അധികാരവും ഞാൻ ഭാനുമ്മയ്ക്ക് തന്നിട്ടില്ലേ? ആ, എങ്കിൽ ആ അധികാരത്തിന്റെ പുറത്ത് പറയുക നീ ഈ ചെയ്യുന്നത് ശരിയല്ല. നിനക്കും അനുവിനും ഇടയ്ക്ക് 100 പ്രശ്നങ്ങളുണ്ടാവും. അതൊന്നും പക്ഷേ ബിച്ചുമോനെ ബാധിക്കാൻ പാടില്ല. അതിനെന്ത് വേണമെന്നാ ഭാനുമ്മ പറയുന്നത്? നിനക്കെല്ലാ കാര്യത്തിലും അറിവുള്ള ആളാ. വളരെ ചെറിയ പ്രായത്തിലെ ഈ കുടുംബം നീ നോക്കി തുടങ്ങിയതാ. ആ, നിനക്കെന്താ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റാത്തത്? നീ ഈ കുടിച്ചു കളയുന്ന കാശ് മതി ബിച്ചുമോനും അനുവിനും ചിലവിന് കൊടുക്കാൻ. ആ വീട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ അതുപോലും ചെയ്യാത്തത് വളരെ മോശമല്ലേ മോനെ? എവിടെയാണെങ്കിലും അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ലേ മോനെ? അനുവിനൊരു ജോലിയില്ല. അവൾ എങ്ങനെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കും? നിന്റെ അമ്മ മക്കളെ കൊണ്ട് കഷ്ടപ്പെട്ട കണക്ക് നീ എപ്പോഴും പറയുമല്ലോ. ഭാനുമ്മ പറഞ്ഞ ശരിയാ. ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ചിന്തിച്ചില്ല. ഇതിനൊരു പരിഹാരം നാളെ തന്നെ ഞാൻ കാണാം. അത് വേണം മോനെ. നിങ്ങൾ രണ്ടിടത്തായാലും ബിച്ചുമോനും അനുവും കഷ്ടപ്പെടുന്നു മറ്റുള്ളവർ കണ്ട ഇന്ദ്രന്റെ ഭാര്യയും മകനും എന്നല്ലേ എല്ലാവരും പറയൂ. ആ ബോധം നിനക്കുണ്ടാവണം. ഭാനുമ്മ പറഞ്ഞതിന്റെ പൊരുള് എനിക്ക് മനസ്സിലായെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇതിനൊരു പരിഹാരം ഞാൻ കാണും. ചെറുപ്പത്തില് ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടൊന്നും